വി ഡി സതീശൻ എങ്ങനെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയി എന്നുള്ളതിനെ കുറിച്ച് മനോരമ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. വി ഡി സതീശനെ സംബന്ധിച്ച് ഒരുപാട് നന്മകളും വി ഡി സതീശന്റെ പറയാനുണ്ട്. അദ്ദേഹം ഈ പുതുയുഗ യാത്രയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രസംഗങ്ങൾ വളരെ ആവേശകരമാണ്. അത് എത്രത്തോളം പ്രാക്ടിക്കലി നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. ഏതൊക്കെയായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് കനത്ത മത്സരം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന് മുൻ ലക്ഷണമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വി ഡി സതീശന്റെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു സംഭവത്തെ നോക്കിക്കാണാനായിട്ട്. ഏതായാലും വി ഡി സതീശനെ ഒന്നും ഒരിക്കലും നമുക്ക് മോശമാക്കി പറയാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിന് വേണ്ട ഒരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. നമസ്കാരം. വി ഡി സതീശൻ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയിരിക്കുകയാണ്. ഇനി വി ഡി സതീശന്റെ പോക്ക് മുഖ്യമന്ത്രി കസേരയിലേക്കാണോ? വി ഡി സതീശൻ എങ്ങനെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയി എന്നുള്ളതിനെ കുറിച്ച് മനോരമ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. വി ഡി സതീശനേക്കാൾ വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ സുരേഷ് ഗോപി ആയിരുന്നു. എനിക്കൊന്ന് സുരേഷ് ഗോപി ഇതിനു മുമ്പ് ഏതോ ഒരു പ്രാവശ്യം മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയാലും സുരേഷ് ഗോപി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ താരമായിരുന്നു. കാരണം കലിംഗ് സംവാദം ഉൾപ്പെടെ, അത് കൂടാണ്ട് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കളിച്ചിട്ടുള്ള നാടകങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപി വാർത്താതാരമാകാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെടേണ്ടിയിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഗോപിയൊക്കെ ഒഴിവാക്കിയിട്ട് ശ്വേതാ മേനോനും ഈ ലൈനിൽ വന്നത്. പക്ഷെ ശ്വേതാ മേനോനെ കുറച്ച് പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയിലെ എന്ന് മാത്രമല്ല മറ്റെല്ലാ സിനിമകളിലും ഉള്ള താരങ്ങൾക്ക് എല്ലാം അസോസിയേഷൻ ഉണ്ട്. വിവിധ ഭാഷകളിലെ താരങ്ങൾക്കെല്ലാം അസോസിയേഷൻ ഉണ്ട്. പക്ഷേ അവരുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം പുരുഷന്മാരാണ്. ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നും ഒരു വനിത അമ്മ എന്ന സംഘടനയുടെ തലപ്പത്ത് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു സിനിമ താരങ്ങളുടെ സംഘടനയുടെ തലപ്പത്ത് എത്തുന്നത്. അതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു. ഒരുപക്ഷെ മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ വോട്ട് കൂടി പരിഗണിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വോട്ടുകൾ പരിഗണിക്കുന്ന സമയത്ത് വി ഡി സതീശനെ സംബന്ധിച്ച് കൂടുതൽ വോട്ട് വാങ്ങാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കാശ് കൊടുത്താൽ വോട്ട് കിട്ടും. കാരണം പി ആർ ഏജൻസികളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പി ആർ ഏജൻസികൾ കൃത്യമായിട്ട് തന്നെ വേണ്ടത്ര വോട്ടുകൾ കൃത്യമായിട്ട് എത്തിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, വി ഡി സതീശനെ സംബന്ധിച്ച് ഒരുപാട് നന്മകളും വി ഡി സതീശന്റെ പറയാനുണ്ട്. വി ഡി സതീശൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, ഒരു വിഷയം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ മോശമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നില്ല. എങ്കിൽ തന്നെയും കഴിഞ്ഞ 5 വർഷക്കാലം യാതൊരു തരത്തിലുള്ള സമര പരിപാടികളും രൂപപ്പെടുത്തുന്നതിലോ നടപ്പിലാക്കുന്നതിലോ വി ഡി സതീശൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ അദ്ദേഹത്തിന് പാർട്ടി വേണ്ട രീതിയിലുള്ള പിന്തുണ നൽകാതിരുന്നതായിരിക്കാം ഇതിന് കാരണം എന്നെനിക്ക് തോന്നുന്നു. ഏതൊക്കെയാലും ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പുതുയുഗ യാത്ര, ഈ പുതുയുഗ യാത്ര യു ഡി എഫിന് വലിയ ഉണർവ് നൽകുന്നുണ്ട്. അദ്ദേഹം ഈ പുതുയുഗ യാത്രയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രസംഗങ്ങൾ വളരെ ആവേശകരമാണ്. അത് എത്രത്തോളം പ്രാക്ടിക്കലി നമ്മുടെ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. അത് കൂടാതെ തന്നെ ഇപ്പോൾ ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഇപ്പോൾ നിലവിലുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിലവിലുള്ള കാര്യം ഒരുപക്ഷെ പലതും അറിയാത്തത് കൊണ്ടായിരിക്കാം യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തങ്ങളത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏതൊക്കെയായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് കനത്ത മത്സരം നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതിന് മുൻ ലക്ഷണമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വി ഡി സതീശന്റെ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു സംഭവത്തെ നോക്കിക്കാണാനായിട്ട്. കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാരാണുള്ളത്. ഒന്ന് രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ടും AICC ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ചിന്തിച്ചേക്കാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് AICC ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുന്ന കെ സി വേണുഗോപാൽ പ്രതീക്ഷ അറ്റതിന് ശേഷമാണ് കേരളത്തിന്റെ നേതാവായിട്ട് ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് നേതാക്കന്മാരൊക്കെ മുഖ്യമന്ത്രിമാരായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യരായിട്ടുള്ള മറ്റാളുകളുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനൊക്കെ ആണെങ്കിലും മുഖ്യമന്ത്രിയാവാൻ യോഗ്യരാണ്. പക്ഷെ മാനദണ്ഡം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ മാനദണ്ഡം പരിശോധിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ തന്നെ മന്ത്രിയായ ആളാണ്, MLA ആയിട്ടുള്ള ആളാണ്, അതുകൂടാതെ തന്നെ MP ആയിട്ടുള്ള ആളാണ്, KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ്, AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്, മറ്റ് സംസ്ഥാന
സംസ്ഥാനങ്ങളിൽ പലയിടത്തും തെരഞ്ഞെടുപ്പ് ചുമതലകൾ വഹിക്കുകയും അത് വളരെ മനോഹരമായി പൂർത്തീകരിക്കുകയും വിജയം ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പം രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിട്ട് രമേശ് ചെന്നിത്തല എപ്പോഴും മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് മാനദണ്ഡങ്ങളിൽ മുൻപിൽ നിൽക്കുന്നയാൾ രമേശ് ചെന്നിത്തല തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർക്ക് പോലും അദ്ദേഹം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നുള്ളതാണ് ആഗ്രഹം. അതുകൂടാതെ തന്നെ പിന്നീട് വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് മാത്രമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ഇരുന്നിട്ടുള്ളത്. അതിനു മുമ്പ് അദ്ദേഹം 4 പ്രാവശ്യം MLA ആയിട്ടുണ്ട്, KPCC വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, AICC സെക്രട്ടറി ആയിട്ടുണ്ട്. പക്ഷേ ഒരു ഭരണ പരിചയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ ഘടകം എടുത്തു വെച്ച് നോക്കുന്ന സമയത്ത് വി ഡി സതീശന് ഇപ്പോൾ കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ഒരു ധാരണയുണ്ട്. അത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ധാരണയുണ്ട്. ആ ധാരണ പ്രകാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ആദ്യത്തെ 2.5 വർഷം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയും തുടർന്ന് വരുന്ന 2.5 വർഷം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയും ചെയ്യും. എന്നാൽ വി ഡി സതീശൻ ഫുൾ ടൈം, അതായത് 5 വർഷവും ഉപമുഖ്യമന്ത്രിയായിട്ട് ഇരിക്കും. ഇതാണ് ഒരു പ്രാഥമിക ധാരണ. അതുകൂടാണ്ട് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും. അങ്ങനെ 2 ഉപമുഖ്യമന്ത്രിമാരും 2 മുഖ്യമന്ത്രിമാരും എന്നുള്ള രീതിയിൽ UDF-നകത്ത് കാര്യങ്ങൾ ധാരണയായി ഇരിക്കുന്നതാണ്. ഇങ്ങനെ ധാരണയായിരിക്കുന്ന ഒരു സമയത്താണ് മലയാള മനോരമയുടെ ന്യൂസ് മേക്ക് ദ ഇയർ ഓഫ് അവാർഡ് ഈ പറഞ്ഞ വി ഡി സതീശന് ലഭിച്ചിരിക്കുന്നത്. ഈ ധാരണ തിരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു PR-ന്റെ വർക്കാണ് ഇപ്പോൾ നടന്നത് എന്നുള്ള രീതിയിലുള്ള പ്രചരണം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഏതൊക്കെയാലും വരും ദിവസങ്ങളിൽ ഇപ്പൊ K. സുധാകരൻ വരെ കണ്ണൂരിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. ഏതായാലും വി ഡി സതീശനെ ഒന്നും ഒരിക്കലും നമുക്ക് മോശമാക്കി പറയാൻ വേണ്ടി സാധിക്കില്ല. കേരളത്തിന് വേണ്ട ഒരു നേതാവ് തന്നെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. നല്ലൊരു MLA ആണ് അദ്ദേഹം. അതാ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കിടുന്ന സമയത്ത് ഒരു 10-ൽ 5 മാർക്കിൽ കൂടുതൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് 5 വർഷവും ജനങ്ങളെ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുവാനോ സമര പരിപാടികൾ സംഘടിപ്പിക്കാനോ വി ഡി സതീശന് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ വി ഡി സതീശൻ ഒരു പൂർണ്ണ വിജയമായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയായാലും മലയാള മനോരമയെ സംബന്ധിച്ചൊരു വലിയൊരു കുത്തിത്തിരിപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. ഇത് കൂടാണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരിൽ എത്രയോ പേരുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരെ വേണമെങ്കിൽ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ ആയിട്ട് പരിഗണിക്കാമായിരുന്നു. പക്ഷെ രാജീവ് ചന്ദ്രശേഖരെ പരിഗണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടെന്ന്. ഏതൊക്കെയാലും UDF അധികാരത്തിൽ എത്തേണ്ടത് മലയാള മനോരമയെ പോലുള്ളൊരു മാധ്യമത്തിന്റെ ആവശ്യം കൂടിയാണ് എന്നുള്ളതൊരു സത്യമാണ്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മലയാള മനോരമയെ സംബന്ധിച്ചിട്ടൊരു ധാരണയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു നേതാവ് ഉണ്ടാവണം. കോൺഗ്രസിനെ എന്നും മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ K. കരുണാകരൻ ആയിക്കൊള്ളട്ടെ, AK ആന്റണി ആയിക്കൊള്ളട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ, അതിന് മുമ്പുള്ള ആളുകളാണെങ്കിലും ആരെങ്കിലും ഒരാൾ മുമ്പിൽ നിന്ന് നയിക്കുമ്പോഴാണ് കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് വിജയമുണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് വി ഡി സതീശൻ എന്ന ഒരാളെ ഉയർത്തി കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ അക്സെപ്റ്റൻസ് കൊടുക്കുകയും അദ്ദേഹത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ UDF-ന് നേട്ടമുണ്ടാകും എന്നൊരു കാഴ്ചപ്പാട് ഒരുപക്ഷെ മനോരമയ്ക്ക് ഉണ്ടാവാം. കാരണം വി ഡി സതീശൻ മുൻപോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. നമ്മൾ ആ ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് ഏത് രീതിയിൽ എത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച കൂടിയാവുകയാണ് ഈ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ അവാർഡ് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഏതൊക്കെയായാലും വി ഡി സതീശന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നമുക്ക് ഈ അവസരത്തിൽ നേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ സന്തോഷം. പക്ഷേ അപ്പോഴും മാനദണ്ഡങ്ങൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്.